ഇന്നേ ഞങ്ങളിത് അടുത്ത പരിപാടിയിലേക്ക് കടന്നിരിക്കുക. ഇതെന്താണെന്നറിയാവോ? ഞങ്ങളുടെ മുരിങ്ങയാണിത്. ഞങ്ങൾക്ക് 3 മുരിങ്ങയുണ്ട്, 3 കറിവേപ്പിലയുണ്ട്. ഇതൊരു മുരിങ്ങ, ഇതൊരെണ്ണം, അതൊരെണ്ണം. പക്ഷേ ഇതേ എനിക്കൊന്ന് ഉണങ്ങിപ്പോയെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾക്ക് 3 കറിവേപ്പിലയുണ്ട്. സോ ഞങ്ങളുടെ പരിപാടി ഇന്നത്തെ ചട്ടി മാറ്റണം. ഈ മുരിങ്ങ ഉണ്ടോ, ഇതിൻ്റെ ചട്ടി മാറ്റണം. ഇത് വലിയതായി. ഇതാണ് അന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ബാക്ക് യാർഡിലുള്ള പൂവ്. ഇത് കണ്ടോ, എന്ത് രസമുണ്ടെന്ന് നോക്കി, എല്ലാം വിരിഞ്ഞ് നിൽക്കുകയാണേ. ഇപ്പൊ ചെയ്യുന്നേ ഞാനേ ആ മുരിങ്ങയുടെ ചട്ടി മാറാനുള്ള പരിപാടിയാണ്. ഇപ്പം ഇതിനകത്ത് പോട്ടിങ്സ്, കുറച്ച് ഗാർഡൻ സോയിലൂടെ, കാര്യം മണ്ണിന് ഇച്ചിരി ഉറപ്പ് വരാൻ വേണ്ടി പോട്ടിങ്സ് തന്നെയാ ചെയ്യേണ്ടി, എന്നാലും മണ്ണിന് ഇച്ചിരി ഉറപ്പ് വരാൻ വേണ്ടി ശകലം ഗാർഡൻ സോയിലൂടെ ഞാൻ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്തിട്ട് ആ മുരിങ്ങ എടുത്ത് വെക്കാനാണ് പരിപാടി. ഇവനെ മാറ്റണം നമുക്കല്ലേ. ഇതിന്റെ ചട്ടി ചെറുതാണ്. ഇത് ഓർഗാനിക് ബോൺ മീലാണ്. ഈ ബോൺ മീലൂടെ ഞാൻ ശകലം മിക്സ് ചെയ്യും. ഇത് നമുക്ക് വെജിറ്റബിളിനും ഫ്ലവറിനും അതുപോലെ ഫ്രൂട്ട്സിനും എല്ലാം ഇടാൻ പറ്റുന്നതാണ്. ഇത് ഓർഗാനിക് ആണ്. ഇത് ബോൺ മീല, നമ്മുടെ നാട്ടിലത്തെ എല്ലുപൊടി എന്ന് പറയും. അതുകൂടെ ഞാനൊരു ശകലം ഇതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി, റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഈ മുരിങ്ങയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു 8-9 വർഷമായ മുരിങ്ങ. ഇതിന്റെ കടവണ്ണം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. കടവണ്ണം കണ്ടോ? ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് നിർത്തുന്നത്. ഇത് അങ്ങ് വലുതായി പോവും. ഞങ്ങൾ ചട്ടിയിലായതുകൊണ്ട് കട്ട് ചെയ്ത് നിർത്തുന്ന. ഇത് നമുക്ക് എപ്പോഴും ഒരു 10-30 മുരിങ്ങയ്ക്കൊക്കെ കിട്ടും. ലാസ്റ്റ് ഇയറിൽ അത്രയും കിട്ടിയില്ല. എന്നാൽ ഓരോ വർഷത്തിൻ്റെ അനുസരിച്ച് ഇവിടെ ചിലപ്പം വെതറിൻ്റെ ഒക്കെ വ്യത്യാസം വരാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചിലപ്പം ലേറ്റ് ആയിട്ടായിരിക്കും തിരി വീഴുന്നത്. അന്നേരം പിന്നെ തണുപ്പായി കഴിയുമ്പോൾ കിട്ടത്തില്ല. എയർലി വീണാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അടിവശം കണ്ടോ? ഇതിനി നമ്മൾ ഇതിനകത്തോട്ട് മാറ്റുകയാണേ. ഇതിൻ്റെ മേളിലായിട്ട് ഞാൻ ഈ പോട്ടിംഗ് മിക്സ് ആയിരുന്നേ. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തു, മറ്റേ മണ്ണിൻ്റെ കൂടെ എല്ലാം മിക്സ് ചെയ്തെങ്കിലും ചട്ടിക്കകത്ത് വരുമ്പോൾ ഇതായിരുന്നു. കാര്യം വെള്ളം അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടി ഈർപ്പം നിലനിർത്തി. വെള്ളം എത്ര ഒഴിച്ചാലും അതുപോലെ തന്നെ വെള്ളം പോകും, പക്ഷേ ഈർപ്പം നിലനിർത്തി. ഇത് ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സാണ്. ഇതാണ് ഞാൻ അവസാനം ഇടുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു ഇത് കണ്ടില്ലേ, ഇതിൻ്റെ വളവും എല്ലാം കൂടെ ഉള്ളതാണ്. ഇത് ഞങ്ങൾ ഇവിടുന്ന് ഹോം ഡിപ്പോയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ്. അടുത്തതേ ഈ കറിവേപ്പിനെ നമ്മൾ അതാ ചട്ടിയിലോട്ട് ആക്കുവാണേ. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ചെറിയ തൈകളുണ്ടേ. അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ മാറ്റി വേറെ ചട്ടിക്കകത്താക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കറിവേപ്പിൻ്റെ തൈ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അങ്ങനെ എൻ്റെ ഹെൽപ്പർ മുൻപോട്ട് വന്നേക്കുകയാണ്. ഹലോ, എന്താണ് പരിപാടി? ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ അവസാനത്തെ ഒരു കുഞ്ഞൻ തൈയും കൂടെ വെക്കുകയാണ്. നമ്മൾ ഇവിടെ ഞങ്ങളുടെ ചർച്ചിലുള്ളവർക്കോ അല്ലെങ്കിൽ കസിൻസിനോ ഒക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ. ഇപ്പം ഞങ്ങളുടെ അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് 5-8 തൈ കിട്ടിയായിരുന്നു. നല്ല തൈ നോക്കി ഞങ്ങളെ സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമുക്കൊരു ടൈം പാസ്സാണ് ഇതൊക്കെ. ഈ സമ്മർ വരുമ്പോഴത്തേക്ക് ഒരു 6 മാസം കിട്ടും. നമ്മളിതിൻ്റെ ഇത് ഞങ്ങളിവിടെ ബാക്ക് കൃഷി ചെയ്യുകയൊക്കെ ചെയ്യും. തൻ്റെ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഇനിയും കൃഷിയൊക്കെ ചെയ്യണം. അപ്പം ഇത് മണ്ണും അല്ലെങ്കിൽ വളവും ഒക്കെ വെച്ച് നോക്കുമ്പം വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഒരു രസം, എല്ലാവരും കൂടെ നമുക്കൊരു 6 മാസം നമ്മുടെ വെജിറ്റബിൾ തോട്ടത്തിലോട്ടും അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ പറിക്കാനും ഒക്കെ ഇറങ്ങുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കരിയാപ്പിൻ തൈ എല്ലാം സെറ്റ് ചെയ്തു. മുരിങ്ങ ഇവിടെ സെറ്റായിട്ടുണ്ടേ. ഒരെണ്ണം സെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ കറിവേപ്പ് ഇത് ചെയ്തിട്ടില്ല. ഇത് 2 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 10 തൈകൾ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം, ഞങ്ങൾ തരുന്നതായിരിക്കും. പിന്നെ അതൊന്ന് സെറ്റായിട്ട് കേട്ടോ, ഒന്ന് പിടിച്ച് വരണമല്ലോ, പിടിച്ചിട്ട് ഞങ്ങൾ തരുന്നതായിരിക്കും. അതുപോലെ ഇവിടെ പണിയെല്ലാം കഴിഞ്ഞ് ഒരാളിതാ വിശ്രമിക്കുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബായ്.